ഹായ് ഓൾ. അപ്പോൾ വേനൽക്കാലമായി അല്ലേ? വേനൽക്കാലം എന്ന് കേൾക്കുമ്പോഴേ ഒരു പേടിയാണ്. എന്താണ് പേടി? അതെ, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ഫംഗ്ഷന് പോകാനുള്ള ധൈര്യം ഉണ്ടാവത്തില്ല. കാര്യം എന്താണ്? ഒന്ന്, നമ്മുടെ കണ്ണിന് ചുറ്റും കറുപ്പ്, കണ്ണിന് ചുറ്റും നീര്, അതുപോലെ മുഖത്ത് അവിടെ ഇവിടെയായിട്ട് കുറച്ച് കറുത്ത പാടുകളും, അതുപോലെ തന്നെ നമ്മുടെ ഫൈൻ ലൈന്, വ്രിങ്കിൾസ്, ഇതെല്ലാം കൊണ്ട് മുഖം നല്ല പ്രായക്കൂടുതൽ തോന്നിക്കും. അപ്പം നമ്മളായിരിക്കും പോണോ വേണ്ടേ ഇങ്ങനെ അവസ്ഥയിലാണ് ഇരിക്കുക അല്ലേ? അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഐസ് ഫേഷ്യൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഐസ് ഫേഷ്യൽ ആയുർവേദത്തിൽ പറയുന്നുണ്ടോ? ഐസ് ഫേഷ്യൽ ആയുർവേദത്തിൽ പറയുന്നില്ല, പക്ഷേ എല്ലാവരും തെറ്റായ രീതിയിൽ ചെയ്യുന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഐസ് ഫേഷ്യൽ എന്ന് കേട്ട ഉടനെ തന്നെ ചില സെലിബ്രിറ്റീസൊക്കെ ഓടിപ്പോയി മുഖം കുറേ ബൗൾ ഐസിൽ മുക്കുന്ന പോലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യരുത്, അത് ആന മണ്ടത്തരമാണ്. അതുപോലെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു തുണിയിൽ 2-3 ഐസ് നമ്മൾ കെട്ടിവെക്കുക. കെട്ടിവെച്ചതിന് ശേഷം നമ്മൾ മുഖത്ത് എന്ത് ചെയ്യണം? അപ്വേർഡ് ദിശയിലൂടെ നമ്മളിങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ ഈ ഹോർമോൺ ഇംബാലൻസും അതൊക്കെ ഉണ്ടാവും നമുക്ക് ഈ ക്ലൈമറ്റിൽ കേട്ടോ. ചൂട് കൂടുമ്പോഴാണ് നമുക്ക് ഈ ചൂടുകുരു, ഹോർമോൺ ഇംബാലൻസ്, റാഷ്. ഓക്കെ, പിന്നെ പണ്ടത്തെ പോലെയല്ല, നമ്മുടെ അൾട്രാവയലറ്റ് രശ്മികൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹാംഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എല്ലാവർക്കും അറിയാമല്ലേ, നമ്മൾ സൺസ്ക്രീൻ എന്നൊക്കെ ഇപ്പോഴാണ് നമ്മൾ കേട്ട് തുടങ്ങിയിരിക്കുന്നത്. പണ്ടൊന്നും അത്രത്തോളം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും ഇല്ലാതെ വെളിയിൽ ഇറങ്ങുന്ന കാര്യം ആലോചിക്കാൻ കൂടി പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്കൊരു സ്കിന്നിനൊരു ടെമ്പററി റെജുവിനേഷൻ തരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞൊരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓപ്പൺ പോൾസ് ഒക്കെ ഒന്ന് ക്ലോസ് ആയി സ്കിന്നിനൊരു ടൈറ്റനിങ് ഫീലിംഗ് ഒക്കെ ഒന്ന് തരുന്നു. തൽക്കാലത്തേക്ക് നമുക്ക് സ്കിന്നിനൊരു റെജുവിനേഷനും ഒരു ഗ്ലോയും ഒക്കെ തരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു തൽക്കാലത്തേക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിത് ആയുർവേദ രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആയുർവേദ രീതിയിലെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്തിരി വേപ്പിലയൊക്കെ അരച്ച് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പാല് നമ്മൾ ഇതുപോലെ ഐസ് ക്യൂബിലും ട്രെയിലും ഒക്കെ ആയിട്ട് പാല് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അത് മാത്രമല്ല, ഇപ്പോൾ പൊട്ടറ്റോ ജ്യൂസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ കുക്കുംബർ ജ്യൂസ് ആയാലും ടൊമാറ്റോ ആയാലും ഇതുപോലെ ഐസ് ക്യൂബിലൊക്കെ ആക്കി വെച്ചിട്ടൊന്ന് ചെയ്തേ. അധികമായാലും അമൃതും വിഷം, അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ നേരം നമ്മൾ ഒരു കാരണവശാലും വെക്കരുത്. അങ്ങനെ കുറേ നേരം വെക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് പീൽ ഓഫ് ആയി പോവും. കാരണം നമ്മുടെ സ്കിന്നെന്നൊക്കെ പറയുന്നത് നല്ല ഡെലിക്കേറ്റ് വെസൽസ് അല്ലേ, അത് കണ്ണിന് ചുറ്റുമൊന്നും കൊണ്ടൊന്നും വെക്കാൻ പാടില്ല. കാര്യം കണ്ണിന് ചുറ്റുമൊക്കെ ഉള്ളത് വളരെ ഫൈൻ ആയിട്ടുള്ള വെസൽസ് ആണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മളിത് കൊണ്ടിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്താവും? നമ്മുടെ സ്കിൻ ഡാമേജ് ആവില്ലേ? ഓക്കെ, അപ്പോൾ അതിന് ചുറ്റുമൊക്കെ നമ്മൾ അങ്ങനെ അധികം അപ്ലൈ ചെയ്താൽ നമ്മുടെ കയ്യിൽ കുറച്ച് തണുപ്പ് കൊടുത്തിട്ട് കൈ കൊണ്ട് നമ്മളിങ്ങനെ വെക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇത് മാത്രമൊന്നുമല്ല, നമ്മൾ ഈ ഒരുപാട് മസാലയുള്ള ഐറ്റംസ്, എരിവുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ നമ്മൾ ജ്യൂസസ്, സീസണൽ ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം കുറേ കൂടെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. പിന്നെ പകൽ ഒരു കാരണവശാലും ഒരുപാട് മണിക്കൂറുകൾ കിടന്ന് ഉറങ്ങാൻ പാടില്ല. അതേ ക്ഷീണം തോന്നും. പക്ഷെ ക്ഷീണം തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫുൾ ടൈം ഉറങ്ങിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഗ്ലോയിങ് ആവുമോ? ഒരിക്കലുമില്ല. കുറച്ച് നേരം മാത്രം കിടന്നുറങ്ങാം. നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക, കുറച്ച് എക്സസൈസ് ചെയ്യുക. ഒരുപാട് എക്സസൈസ് ചെയ്യാൻ നിൽക്കരുത്. വണ്ണം കുറയ്ക്കാനും നോക്കരുത് ഈ ഒരു ക്ലൈമറ്റിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർന്നില്ല. പിന്നെ യോഗ, മെഡിറ്റേഷൻ ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്കിന്ന് നല്ല പൂ പോലെ മിനുസമുള്ളതും നല്ല ഗ്ലോയിങ്ങും ആയി തീരുന്നു. ഓക്കെ, പിന്നെ എന്താണ് വേണ്ടത്? നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടൊരു പവർ. എന്ത്? ആ ചിരിയും ആ പോസിറ്റിവിറ്റിയും. അത് രണ്ടും പുറത്തേക്ക് എടുക്കൂ. അപ്പോഴല്ലേ ഏതൊരു സ്കിൻ കെയറിനെക്കാട്ടിലും കുറച്ചുകൂടെ ഗ്ലോയിങ്ങും ബ്യൂട്ടിഫുള്ളും ആയി തീരുക നമ്മുടെ സ്കിൻ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.